പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനം വാളാകുന്നു. വചനത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വചനം പറയുകയാണ്, ദൈവത്തിന്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും സന്ധിമജ്ജകളിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും ഹൃദയത്തിൻ്റെതായ ചിന്തനങ്ങളെ വിടിവിക്കുമാ കടന്നിരുന്നു. വചനത്തിന് എന്തുണ്ട്? ശക്തിയുണ്ട്. വാള് പോലെ ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള വചനമാണ് ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. രക്ഷ എന്ന ദൈവവചനം എന്ന ആത്മാവിന്റെ വാള് കൈക്കൊള്ളുവിൻ. എഫെസ്യ ലേഖനത്തിൽ പറയുക, വചനം എന്ന രക്ഷയ്ക്കായുള്ള ആത്മാവിന്റെ വാള്, രക്ഷയ്ക്കായിട്ട് ശത്രുവിനെ വെട്ടി നിരത്താൻ. മരുഭൂമിയിലെ പരീക്ഷയിലെ യേശു വാളെടുത്തു, പിശാചിനെ വെട്ടി. വാളാൽ, അവന്റെ വാക്കാൽ, അവന്റെ വചനത്താൽ. യേശു പറഞ്ഞത് മനുഷ്യൻ അപ്പം കൊണ്ടല്ല അവന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണെന്ന് പറഞ്ഞ പിശാചി നാണം കെട്ടുപോയി. ഈ വചനമാണ് എടുത്തു വെട്ടിയത്. പിശാച് യേശുവിനെ വിട്ട് ഓടിപ്പോകാൻ എടുക്കും. ഈ വചനത്താൽ നമുക്ക് ശക്തിയാണ് ദൈവം തരുന്നത്. ഇരുതല വായ്ത്തല വാളിനേക്കാൾ മൂർച്ച, ഈ രണ്ട് തലയ്ക്ക് മൂർച്ചയുള്ള വചനമാണ്. പറയുന്നവനിലും കൊള്ളും, കേൾക്കുന്നവനിലും കൊള്ളും, ക്രിയ ചെയ്യപ്പെടുമെന്നാണ് അർത്ഥം. തുളച്ചു കയറും പ്രിയമുള്ള വചനം അങ്ങ് തുളയ്ക്കും. ഹൃദയത്തിന്റെ അകത്തേക്ക് കടന്നു ചെല്ലും, രോഗമുള്ള ഇടത്തേക്ക് കടന്നു ചെല്ലും, പാപമുള്ള തലത്തിലേക്ക് കടന്നു ചെല്ലും. വചനം ഹൃദയത്തിന്റെ അകത്ത് വെളിപ്പെടും. അത് ദർശനങ്ങളായി, പ്രവചനങ്ങളായി, വെളിപ്പാടായി, വ്യാഖ്യാനമായി, അന്യഭാഷയായി, ആലോചന, എല്ലാം ദൈവവചനത്താൽ വെളിപ്പെടും. ദൈവവചനത്താൽ ഭയങ്കര പ്രവൃത്തി നടത്തും. വലിയ രോഗശാന്തി പ്രവൃത്തി കൊണ്ട് ദൈവവചനത്താൽ നടത്തും. ദൈവമാണ്. അവന്റെ വചനം മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുവാൻ തക്കവണ്ണമുള്ള വചനമാണ്. രക്ഷയ്ക്ക് ഉതകുന്ന വചനമാണ്. പാപിയെ മാനസാന്തരപ്പെടുത്തുന്ന വചനമാണ്. മദ്യപാനിയുടെ മദ്യപാനത്തെ എന്നേക്കുമായി മദ്യപാനം നിർത്താൻ കഴിയുന്ന വചനമാണ്. ഈ വചനത്താൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ പ്രിയമുള്ളവരെ. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ അതേ വചനം തന്നെ ഈ സർവചരാചരങ്ങളെയും അണ്ടകടാകത്തെയും ഉരുവാക്കിയ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. വേറെ ഒരു വിധത്തിലും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ദൈവം നോക്കിയില്ല. അവന്റെ വാക്കിനാലാണ് സൃഷ്ടിച്ചത്. അവന്റെ വാക്കിനാലാണ് അവനെല്ലാം ചെയ്തത്. അവന്റെ ശ്വാസത്താലാണ് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. സർവചരാചരങ്ങളെയും ബാക്കിയെല്ലാം സൃഷ്ടിച്ചത് അവന്റെ വാക്കിനാണ്, വചനത്താലാണ്. ഇന്ന് ഈ വചനം നമുക്ക് ജീവൻ തരുന്നെങ്കിൽ, ഈ വചനം നമ്മുടെ അകത്ത് ക്രിയ ചെയ്യുന്നെങ്കിൽ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. നമ്മുടെ കുടുംബത്തിൽ വലിയ സമാധാനം ഉണ്ടാകാൻ തുടങ്ങും. നമ്മുടെ കുടുംബത്തിൽ വലിയ പ്രാർത്ഥന വെളിപ്പെടാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. വചനത്തിൽ നമ്മളുടെ പ്രാർത്ഥന ആരംഭിക്കും. വചനം പ്രാർത്ഥനയായി മാറ്റാൻ ദൈവം ഇടയാക്കും. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പിതാവ് പുത്രനിൽ മഹത്വം എടുക്കാൻ തക്കവണ്ണമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന വചനത്താൽ. വേണ്ടേ? ഈ പരീക്ഷ കാലയളവാ. മക്കള് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നില്ലേ? വിദേശത്ത് പോകാനുള്ള പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നില്ലേ? നിങ്ങൾ വചനം പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ, കുഞ്ഞുങ്ങളെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചേ.
അവരുടെ ബുദ്ധി തുറക്കും, അവർ നന്നായി പഠിക്കും, അവർ ദൈവകൃപയിൽ എക്സാം എഴുതും, അവർ ജയിക്കും. പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന വിജയം കൈവരിച്ചു കടന്നു പോകുന്നത് കാണാൻ കഴിയും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാൻ. കർത്താവേ, നിന്റെ വചനത്തിന്റെ ആ വാളായ വചനത്തിന്റെ ശക്തിയാൽ അത്ഭുതകരമായി ദുഷ്ടലോക ചിന്മയുടെ ബന്ധനങ്ങൾ മുഴുവൻ വെട്ടിയൊരുക്കി ദൈവരാജ്യത്തിന്റെ അനുഭവം ഹൃദയങ്ങളിൽ വെളിപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.